ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തേർഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. അതിലെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള അനിമൽ ബ്രീഡിംഗ് ആണ് നമ്മൾ തുടങ്ങിയത്. അതിൽ പ്രധാനമായും ഡയറി ഫാം മാനേജ്മെൻറ്റും പൗൾട്രി ഫാം മാനേജ്മെൻറ്റുമാണ് നമ്മൾ പഠിച്ചത്. ഡയറി ഫാം മാനേജ്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം പഠിക്കുക. അതുപോലെ തന്നെ പൗൾട്രി ഫാം മാനേജ്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുക. നെക്സ്റ്റ് നമുക്ക് അനിമൽ ബ്രീഡിങ്ങിലേക്കാണ് ഇനി പോകുന്നത്. അനിമൽ ബ്രീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മുന്തിയ ഇനം വളർത്തു മൃഗങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് അവയെ നമ്മൾ ഇണചേർക്കുന്നതാണ്, മെയ്റ്റ് ചെയ്യിക്കുന്നതാണ് അനിമൽ ബ്രീഡിങ്ങിൽ നടത്തുന്നത്. അപ്പോൾ അനിമൽ ബ്രീഡിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, അവയുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടുക, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി കൂട്ടുക. ക്വാളിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ അവയുടെ ഗുണമേന്മ കൂട്ടുക. ക്വാണ്ടിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ അളവ് കൂട്ടുക. ഉദാഹരണമായിട്ട് ഡയറി ഫാം മാനേജ്മെൻറ്റിലാണെങ്കിൽ പാലിൻ്റെ അളവ്, കൂടുതൽ ലിറ്റർ പാല് കിട്ടുന്ന പശുക്കളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പാലിൻ്റെ ഗുണമേന്മ കൂട്ടുക എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള പ്രോട്ടീൻസ് ഒക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ള പാൽ ഉൽപ്പാദിപ്പിക്കുക. So that is the aim of animal breeding, increasing yield of animals and improving the quality of products. അനിമൽസിൻ്റെ ഈൽഡ് വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. ഇതെല്ലാമാണ് അനിമൽ ബ്രീഡിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അതുപോലെ ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള അനിമൽസിനെ ഉൽപ്പാദിപ്പിക്കുക. ഇതെല്ലാം അനിമൽ ബ്രീഡിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ തന്നെയാണ്. എന്താണ് ബ്രീഡ് എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സാധാരണ ആയതുകൊണ്ട് സസ്യങ്ങളുടെ വിവിധ ഇനങ്ങൾ ഉണ്ട്. ഒരു സ്പീഷീസ് തന്നെ വിവിധ ഇനങ്ങൾ. നെല്ലാണെങ്കിൽ നെല്ലിൻ്റെ വിവിധ ഇനങ്ങൾ നമ്മൾ ജയ, അശ്വതി, വർഷ, ശ്വേത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവിധ ഇനങ്ങൾ നെല്ലിൻ്റെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതുപോലെ ജന്തുക്കളുടെയും വിവിധ ഇനങ്ങൾ, വളർത്തുമൃഗങ്ങൾ ഓരോന്നിനും വ്യത്യസ്ത ഇനങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പശുവിനാണെങ്കിൽ ജേഴ്സി പശു, അതുപോലെ തന്നെ വെച്ചൂർ പശു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പശുക്കളുടെ വിവിധ ഇനങ്ങളാണ്. അപ്പോൾ എന്താണ് ഒരു ബ്രീഡ് എന്നുള്ളതെന്ന് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് റിലേറ്റഡ് ബൈ ആൻസസ്ട്രി ഓർ ഡിസെൻറ്റ് ആൻഡ് സിമിലർ ഇൻ ഫിസിക്കൽ ക്യാരക്ടേഴ്സ്, ജനറൽ അപ്പിയറൻസ്, ഫീച്ചേഴ്സ് ആൻഡ് കോൺഫിഗറേഷൻ. അപ്പോൾ ബ്രീഡ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആനിമൽസ് ആണ്, ഒരു കൂട്ടം മൃഗങ്ങളാണ്. അവയുടെ പ്രത്യേകത എന്ന് പറയുന്നവ റിലേറ്റഡ് ബൈ ആൻസസ്ട്രി, പൂർവിക ബന്ധമുള്ളതാണ്. വളരെ അടുത്ത പൂർവിക ബന്ധമുള്ള ഒരു കൂട്ടം മൃഗങ്ങളാണ് ബ്രീഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദേ ആർ സിമിലർ ഇൻ ഫിസിക്കൽ ക്യാരക്ടേഴ്സ്, ജനറൽ അപ്പിയറൻസ്, ഫീച്ചേഴ്സ് ആൻഡ് കോൺഫിഗറേഷൻ. അതായത് അവ കാണാൻ ഒരേപോലെയാണ്, ഫിസിക്കൽ ക്യാരക്ടേഴ്സിൽ ഒരേപോലെയാണ്, ജനറൽ അപ്പിയറൻസ് കാണാൻ എല്ലാം ഒരേപോലെയാണ്, അവയുടെ സവിശേഷ ഗുണങ്ങളൊക്കെ ഒരേപോലെയാണെന്ന് പറഞ്ഞാൽ ഒരു ഇനത്തിൽപ്പെട്ട പശുക്കൾ ഏകദേശം അവ നൽകുന്ന പാലിൻ്റെ ലിറ്റർ എന്ന് പറയുന്നത് ഒരേപോലെയായിരിക്കും. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, എങ്കിലും ഏകദേശം ഒരേപോലെയായിരിക്കും. അപ്പോൾ അവയുടെ ക്വാളിറ്റിയിലൊക്കെ ഏകദേശം ഒരേപോലെയുള്ള, അതുപോലെ തന്നെ അവയുടെ സൈസൊക്കെ ഒരു പ്രത്യേക പ്രായത്തിലുള്ള പശുവിൻ്റെ ആയാലും അല്ലെങ്കിൽ അവയുടെ കാളയുടെ ആയാലും സൈസൊക്കെ ഏകദേശം ഒരേപോലെ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള അനിമൽസിൻ്റെ കൂട്ടത്തെയാണ് ബ്രീഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് റിലേറ്റഡ് ബൈ ആൻസസ്ട്രി ആൻഡ് സിമിലർ ഇൻ ഫിസിക്കൽ ക്യാരക്ടേഴ്സ്, ജനറൽ അപ്പിയറൻസ്, ഫീച്ചേഴ്സ് ആൻഡ് കോൺഫിഗറേഷൻ. ബ്രീഡുകൾക്ക് എക്സാമ്പിൾസ് ആണ്. പശുവിൻ്റെ ഒരു ബ്രീഡാണ് ബ്രൗൺ സീസ് എന്ന് പറയുന്നത്. ഹൈ ഈൽഡിങ് ആയിട്ടുള്ള ഒരു പശുവാണ് ബ്രൗൺ സീസ്. പശുവിൻ്റെ തന്നെ മറ്റൊരു ഹൈ ഈൽഡിങ് ആയിട്ടുള്ള ഒരു ബ്രീഡാണ് ഹോൾസ്റ്റീൻ ഫ്രഷ്യൻ എന്ന് പറയുന്നത്. ഹോൾസ്റ്റീൻ ഫ്രഷ്യൻ. നമുക്കൊക്കെ പരിചയമുള്ള ഒരു ബ്രീഡാണ് ജേഴ്സി എന്ന് പറയുന്നത്, ജേഴ്സി പശു. മറ്റൊരു പശുവിൻ്റെ ബ്രീഡാണ് വെച്ചൂർ പശു. ഒരു വെച്ചൂർ പശുവും അതിൻ്റെ കുട്ടിയാണ്. കോഴിയുടെ വിവിധ ഇനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ലെഗോൺ കോഴി, ലെഗോൺ, അതുപോലെ ബ്രോയിലർ പോലെയുള്ള പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി അനിമൽ ബ്രീഡിംഗ് പലതരത്തിലുണ്ട്. സോ ടൈപ്സ് ഓഫ് അനിമൽ ബ്രീഡിംഗ്, ദേ ആർ ഇൻ ബ്രീഡിംഗ് ആൻഡ് ഔട്ട് ബ്രീഡിംഗ്. ഇൻ ബ്രീഡിങ്, ഔട്ട് ബ്രീഡിങ് എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള അനിമൽ ബ്രീഡിംഗ് ഉണ്ട്. ഇൻ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ ബ്രീഡുകളെ അല്ലെങ്കിൽ വളരെയധികം അടുത്ത ബന്ധത്തിലുള്ള ജീവികളെ തമ്മിൽ മെയ്റ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, ഇണചേർക്കുകയാണെങ്കിൽ അതിനെയാണ് ഇൻ ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഔട്ട് ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ബ്രീഡുകളെ അല്ലെങ്കിൽ വ്യത്യസ്ത ഇനങ്ങളെ അല്ലെങ്കിൽ അടുത്ത ബന്ധമില്ലാത്ത ജീവികളെ, മൃഗങ്ങളെ തമ്മിൽ ബ്രീഡ് ചെയ്യിക്കുകയാണെങ്കിൽ, മെയ്റ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് ഔട്ട് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. സോ നമ്പർ 1, ഇൻ ബ്രീഡിംഗ്, ഇറ്റ് ഈസ് ദ ബ്രീഡിംഗ് ബിറ്റ്വീൻ
ആനിമൽസ് ഓഫ് ദി സെയിം ബ്രീഡ്, ഒരേ ബ്രീഡിൽ ആനിമൽസിനെ മെയ്റ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഔട്ട് ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ ബ്രീഡിംഗ് ബിറ്റ്വീൻ ആനിമൽസ് ഓഫ് ഡിഫറൻറ്റ് ബ്രീഡ്, വ്യത്യസ്ത ബ്രീഡുകളിലുള്ള മൃഗങ്ങളെ തമ്മിൽ മെയ്റ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, ബ്രീഡ് ചെയ്യിക്കുകയാണെങ്കിൽ അതിനെയാണ് ഔട്ട് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ യു ക്യാൻ സി ഇൻബ്രീഡിംഗ്. ഇൻബ്രീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. It is a mating between closely related individuals within the same breed for 4 to 6 generations. വളരെ അടുത്ത ബന്ധത്തിലുള്ള ഇൻഡിവിജ്വൽസിനെ തമ്മിൽ മെയ്റ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, ഒരേ ബ്രീഡിലെ തന്നെയുള്ള സെയിം ബ്രീഡിലെ വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ തമ്മിൽ മെയ്റ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത്. മാത്രമല്ല അത് 4 to 6 ജനറേഷൻ, 4 മുതൽ 6 തലമുറകൾ വരെ മാത്രമേ പാടുള്ളൂ. അതിലപ്പുറത്തേക്ക് ക്ലോസ്ലി റിലേറ്റഡ് അല്ലെങ്കിൽ അത് ഇൻബ്രീഡിങ്ങിൽ പെടില്ല. അപ്പം അതിന് എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു, ഒരു പശുവിൻ്റെ തന്നെ 2 കുട്ടികളുണ്ട്, ഒരു കാളയും അതിനൊരു അടുത്ത പ്രസവത്തിൽ ഒരു പശുക്കുട്ടിയും ഉണ്ടായി. ഇവയെ തമ്മിൽ മെയ്റ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് ഇൻബ്രീഡിങ്ങിന് എക്സാമ്പിളാണ്. സിസ്റ്റർ ബ്രദർ, സഹോദരങ്ങളായിട്ടുള്ള ഒരു കാളയും ഒരു പശുവും തമ്മിൽ മെയ്റ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് ഇൻബ്രീഡിങ്ങിന് എക്സാമ്പിളാണ്. അതുപോലെ സൺ ആൻഡ് മദർ, ഒരു പശുവും അതിൻ്റെ തന്നെ കുട്ടിയായിട്ടുള്ള ഒരു കാളയും തമ്മിൽ മെയ്റ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് ഇൻബ്രീഡിങ്ങിന് എക്സാമ്പിളാണ്. അതുപോലെ ഡോട്ടർ ആൻഡ് ഫാദർ, ഒരു കാളയും അതിൻ്റെ കുട്ടിയായിട്ടുള്ള പശുവും തമ്മിൽ മെയ്റ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതും ഇൻബ്രീഡിങ്ങിന് എക്സാമ്പിളാണ്. അപ്പോൾ വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരേ ബ്രീഡിൽപ്പെട്ട ഇൻഡിവിജ്വൽസിനെ തമ്മിൽ മെയ്റ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് ഇൻബ്രീഡിംഗ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല അത് 4 to 6 ജനറേഷൻ വരെ മാത്രമേ പാടുള്ളൂ. ഇനി ഇൻബ്രീഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്? ഇൻബ്രീഡിങ് ഇൻക്രീസസ് ഹോമോസൈഗോസിറ്റി. ഇൻബ്രീഡിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ് ഹോമോസൈഗോസിറ്റി എന്ന് പറയുന്നത്. എന്താ ഈ ഹോമോസൈഗോസിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മൾ മുമ്പ് ചെറിയ ക്ലാസ്സിൽ ജനറ്റിക്സ് പഠിച്ചിട്ടുണ്ട്, മെൻ്റലിൻ്റെ എക്സ്പെരിമെൻറ്റുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ടോൾ എന്ന് പറയുന്ന ജീനിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ലെറ്റേഴ്സ് ഉപയോഗിച്ചിരുന്നു. ടി എന്ന് പറയുന്ന ക്യാപിറ്റൽ ടി ഉപയോഗിച്ചിരുന്നു. ഡ്വാർഫ് ആണെങ്കിൽ സ്മോൾ ടി എന്ന് ഉപയോഗിച്ചിരുന്നു. ഓരോ ജീനും 2 ആൾട്ടർനേറ്റീവ് ഫോംസ് ഉണ്ട്, അവയെ നമ്മൾ അലീലുകൾ എന്ന് പറയും. അപ്പം അതുകൊണ്ട് നമ്മൾ 2 ടി ഉപയോഗിച്ചിരുന്നു, ടി എന്ന് ഉപയോഗിച്ചിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ജീനിൻ്റെ 2 അലീലുകളും ഒരേപോലെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹോമോസൈഗസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ സ്മോൾ ടി. ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഹെറ്ററോസൈഗസ് കണ്ടീഷൻ എന്ന് പറയും. അതായത് ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ഇവിടെ ഡൊമിനൻ്റ് കണ്ടീഷനാണ്, സ്മോൾ ടി എന്ന് പറയുന്നത് റെസസീവ് കണ്ടീഷനാണ്. അപ്പോൾ ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയും വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഹെറ്ററോസൈഗസ് കണ്ടീഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻബ്രീഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവയുടെ ജീനുകളൊക്കെ ഹോമോസൈഗസ് ആക്കി മാറ്റാം പരമാവധി. ദസ് ഇൻബ്രീഡിങ് ഈസ് നെസസറി ടു എവോൾവ് പ്യുവർ ലൈൻസ് ഇൻ എനി അനിമൽ. അങ്ങനെ ഒരു ജീവിയുടെ എല്ലാ ജീനുകളിലും ഹോമോസൈഗസ് ആണെങ്കിൽ അത്തരത്തിലുള്ള ആനിമൽസിനെ നമ്മൾ പ്യുവർ ലൈൻസ് എന്ന് പറയും. അപ്പോൾ ഏതൊരു മൃഗത്തിൻ്റെയും പ്യുവർ ലൈൻസ് ഇവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻബ്രീഡിങ് അത്യാവശ്യമാണ്. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻബ്രീഡിങ് എക്സ്പോസസ് ഹാംഫുൾ റെസസീവ് ജീൻസ് ദാറ്റ് ആർ എലിമിനേറ്റഡ് ബൈ സെലക്ഷൻ. ഇൻബ്രീഡിങ്ങിലൂടെ നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള റെസസീവ് ആയിട്ടുള്ള ആ ജീനുകളെ നമുക്ക് എക്സ്പോസ് ചെയ്യാം, പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇൻബ്രീഡിങ്ങിലൂടെ നമുക്കറിയാം ഹോമോസൈഗോസിറ്റി വർദ്ധിക്കുമെന്ന്. പലപ്പോഴും പല മാരകമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന ജീനുകൾ, അവയുടെ അലീലുകൾ റെസസീവ് കണ്ടീഷനിലായിരിക്കും. അവ ഡബിൾ റെസസീവിലാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിളിലുള്ള പോലെ സ്മോൾ ടി പോലെയുള്ള ഡബിൾ റെസസീവ് കണ്ടീഷനിൽ വന്നാൽ മാത്രമേ അവ എക്സ്പോസ് ചെയ്യുള്ളൂ. ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ അവ സപ്രസ്ഡ് ആയിട്ട് അവിടെ നിൽക്കും. അപ്പോൾ ഇൻബ്രീഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ഹോമോസൈഗസ് കണ്ടീഷനിലെത്താം, അങ്ങനെ അവ ഡബിൾ റെസസീവ് കണ്ടീഷനിലെത്താം, അങ്ങനെ രോഗമുണ്ടാവാം. അങ്ങനെ നമുക്ക് ഈ ഹാംഫുൾ ആയിട്ടുള്ള റെസസീവ് ജീനുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ എക്സ്പോസ് ചെയ്യാം. അങ്ങനെ രോഗമുണ്ടായതുകൊണ്ട് എന്താ മെച്ചം? ഇവയെ നമ്മൾ ഫർദർ ക്രോസിങ്ങിൽ പിന്നെ അത്തരത്തിലുള്ള അനിമൽസിനെ ഉപയോഗിക്കില്ല. അങ്ങനെ നമുക്ക് അവയെ സെലക്ഷനിലൂടെ അവ എലിമിനേറ്റ് ചെയ്യാം, ഒഴിവാക്കാം. അതുവഴി ആ അനിമൽ പോപ്പുലേഷനിൽ നിന്ന് നമുക്ക് ഈ മാരകമായിട്ടുള്ള ജനിതക രോഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കാം. So that is another advantage of inbreeding. Inbreeding exposes harmful recessive genes that are eliminated by selection. ഇൻബ്രീഡിങ് ഹാംഫുൾ ആയിട്ടുള്ള റെസസീവ് ജീനുകളെ പുറത്തേക്ക് കൊണ്ടുവരും, അവയെ പിന്നീട് സെലക്ഷനിലൂടെ നമുക്ക് ഒഴിവാക്കാം.
മറ്റൊരു അഡ്വാൻറ്റേജ്, ഇറ്റ് ഹെൽപ്സ് ഇൻ അക്യുമുലേഷൻ ഓഫ് സുപ്പീരിയർ ജീൻ. സുപ്പീരിയർ ആയിട്ടുള്ള ജീനുകൾ അക്യുമുലേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഇൻബ്രീഡിങ്ങിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്? ദാറ്റ് ഈസ് എ ഇൻബ്രീഡിങ് ഡിപ്രഷൻ. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻബ്രീഡിങ് ചെയ്തു കഴിഞ്ഞാൽ, തുടർച്ചയായിട്ട് ഇൻബ്രീഡിങ് ചെയ്തു കഴിഞ്ഞാൽ അനിമൽസിൻ്റെ പ്രൊഡക്ടിവിറ്റിയും ഫെർട്ടിലിറ്റിയും ഒക്കെ കുറയും. ഉൽപാദനക്ഷമത കുറയും, പാലുൽപാദനക്ഷമത കുറയും, ഫെർട്ടിലിറ്റി കുറയും, അവയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള കഴിവൊക്കെ കുറഞ്ഞു വരും. സോ ദറ്റ് ഈസ് ദ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ഇൻബ്രീഡിങ്. ദറ്റ് ഈസ് കോൾഡ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ. അതിന് പറയുന്ന പേരാണ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്നും. ഇറ്റ് ഈസ് എ റിഡക്ഷൻ ഇൻ ഫെർട്ടിലിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഡ്യൂ ടു കണ്ടിന്യൂസ് ഇൻബ്രീഡിങ്. ഇനി ഇൻബ്രീഡിങ് ഡിപ്രഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതേ ബ്രീഡിൽ തന്നെ പെട്ട അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു സുപ്പീരിയർ അനിമലുമായിട്ട് മെയ്റ്റ് ചെയ്താൽ മതി. ടു റിമൂവ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ ഒഴിവാക്കാനായിട്ട് അനിമൽസ് ആർ മേറ്റഡ് വിത്ത് അൺറിലേറ്റഡ് സുപ്പീരിയർ അനിമൽസ് ഓഫ് ദി സെയിം ബ്രീഡ്. അതേ ബ്രീഡിലെ അൺറിലേറ്റഡ് ആയിട്ടുള്ള സുപ്പീരിയർ അനിമൽസുമായിട്ട് അനിമൽസിനെ മെയ്റ്റ് ചെയ്യിപ്പിക്കുന്നു. ദെൻ നമുക്ക് ഔട്ട് ബ്രീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇൻബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരേ ബ്രീഡിൽപ്പെട്ട അനിമൽസിനെ മേറ്റ് ചെയ്യിക്കുന്നതിനായിരുന്നു. എന്നാൽ ഔട്ട് ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ക്ലോസ്ലി റിലേറ്റഡ് അല്ലാത്ത അനിമൽസിനെ മേറ്റ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് ഔട്ട് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഔട്ട് ബ്രീഡിംഗ് തന്നെ പലതരത്തിലുണ്ട്. 3 തരത്തിലും പ്രധാനമായിട്ടും ഔട്ട് ബ്രീഡിംഗ് ഉണ്ട്. നമ്പർ 1 ഔട്ട് ക്രോസിംഗ്, സെക്കൻഡ് 1 ക്രോസ് ബ്രീഡിംഗ്, തേർഡ് 1 ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഔട്ട് ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഇൻബ്രീഡിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഒരേ ബ്രീഡിലെ അനിമൽസിനെയാണ് മേറ്റ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ അവ തമ്മിൽ നേരത്തെ ആണെങ്കിൽ 4 to 6 ജനറേഷൻ വരെ ആയിരുന്നു ക്രോസ് ചെയ്തിരുന്നത്. ഇവിടെ നേരെ വിപരീതമാണ്. 4 to 6 ജനറേഷൻ വരെ അവയ്ക്ക് കോമൺ ആയിട്ടുള്ള ഒരു ആൻസെസ്റ്റർ ഉണ്ടാവരുത്, ഒരു പൊതു പൂർവികൻ ഉണ്ടാവരുത്. അപ്പോൾ നേരത്തെ പോലെ അത്രയ്ക്ക് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ തമ്മിലല്ല ഇവിടെ ക്രോസ് ചെയ്യുന്നത്. ഒരേ ബ്രീഡിൽപ്പെട്ട അൺറിലേറ്റഡ് അനിമൽസിനെ ക്രോസ് ചെയ്യുന്നതിനെയാണ് ഔട്ട് ക്രോസിംഗ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് 1 ക്രോസ് ബ്രീഡിംഗ്. ക്രോസ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ബ്രീഡുകളെ തമ്മിൽ മേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് ക്രോസ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് 1 ഈസ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. 2 വ്യത്യസ്ത സ്പീഷീസുകൾ തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്യുകയാണെങ്കിൽ, മേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നിലേക്കായിട്ട് പോകാം. ഫസ്റ്റ് 1 ഈസ് ഔട്ട് ക്രോസിംഗ്. ഇറ്റ് ഈസ് എ ബ്രീഡിംഗ് ഓഫ് ഇൻഡിവിജ്വൽസ് വിത്തിൻ ദ സെയിം ബ്രീഡ്. ഒരേ ബ്രീഡിലെ ഇൻഡിവിജ്വൽസിനെ തമ്മിൽ മേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ബട്ട് ഹാവ് നോ കോമൺ ആൻസെസ്റ്റേഴ്സ് ഫോർ 4 to 6 ജനറേഷൻസ്. പക്ഷേ 4 മുതൽ 6 തലമുറ വരെ ഒരു കോമൺ ആയിട്ടുള്ള ആൻസെസ്റ്റർ ഉണ്ടാവരുത്, പൊതുപൂർവികൻ ഉണ്ടാവരുത്. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ഇൻബ്രീഡിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഒരേ ബ്രീഡിലെ 2 അനിമൽസിനെ തമ്മിൽ തന്നെയാണ് മേറ്റ് ചെയ്യിക്കുന്നത്. ഉദാഹരണമായിട്ട് ജേഴ്സി എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട തന്നെ ഒരു പശുവിനെയും ജേഴ്സി വിഭാഗത്തിൽപ്പെട്ട തന്നെ ഒരു കാളയും തമ്മിലാണ് മേറ്റ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ കണ്ടീഷൻ എന്താണ്? ഇവിടെ 4 to 6 ജനറേഷൻ വരെ, 4 മുതൽ 6 തലമുറ വരെ അവയ്ക്കൊരു പൊതു പൂർവികൻ ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ അത്ര ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനല്ല ഇവിടെ മേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഔട്ട് ക്രോസിംഗ്? ഔട്ട് ക്രോസിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ്? നേരത്തെ നമ്മൾ പഠിച്ചു കണ്ടിന്യൂസ് ആയിട്ട് ഇൻബ്രീഡിംഗ് ചെയ്തു കഴിഞ്ഞാൽ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഉണ്ടാവുമെന്നും. ഈ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഓവർകം ചെയ്യാൻ, തരണം ചെയ്യാൻ ഔട്ട് ക്രോസിംഗ് നമ്മളെ സഹായിക്കും. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഔട്ട് ക്രോസിംഗ്. ഇറ്റ് ഹെൽപ്സ് ടു ഓവർകം ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. ഇത് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഓവർകം ചെയ്യുന്നതിന് സഹായിക്കും. ദെൻ സെക്കൻഡ് 1 ഈസ് ക്രോസ് ബ്രീഡിംഗ്. ഇറ്റ് ഈസ് എ ബ്രീഡിംഗ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് ഡിഫറെൻറ്റ് ബ്രീഡ്സ്. വ്യത്യസ്ത ബ്രീഡുകളിലുള്ള ഇൻഡിവിജ്വൽസിനെ തമ്മിൽ മേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് ക്രോസ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നേരത്തെ പറഞ്ഞ ജേഴ്സി വിഭാഗത്തിൽപ്പെട്ട ഒരു പശുവിനെയും മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു ഇനത്തിൽപ്പെട്ട, ഉദാഹരണമായിട്ട് ഹോൾസ്റ്റീൻ ഫ്രഷ്യൻ അല്ലെങ്കിൽ വെച്ചൂർ പശുവിൽപ്പെട്ട ഒരു കാളയെയും ജേഴ്സി ഇനത്തിൽപ്പെട്ട ഒരു പശുവിനെയും തമ്മിൽ മേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതെന്തിന് എക്സാമ്പിളാണ്? ക്രോസ് ബ്രീഡിങ്ങിന് എക്സാമ്പിളാണ്. ദെൻ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്രോസ് ബ്രീഡിംഗ്? ക്രോസ് ബ്രീഡിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ്? 2 ബ്രീഡുകളിലുമുള്ള നല്ല ഗുണങ്ങളെ എന്ത് ചെയ്യാം? നമുക്ക് സംയോജിപ്പിക്കാം കുഞ്ഞുങ്ങളിൽ. ഇപ്പം നേരത്തെ പറഞ്ഞ ജേഴ്സി ഇനത്തെയും അതുപോലെ തന്നെ വെച്ചൂർ ഇനത്തെയും തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ വെച്ചൂർ ഇനത്തിൻ്റെയും ജേഴ്സി ഇനത്തിൻ്റെയും നല്ല ക്യാരക്ടേഴ്സ് കുഞ്ഞുങ്ങൾക്ക് കിട്ടാം. So that is the importance of cross breeding. It helps to combine the desirable qualities of 2 different breeds. 2 വ്യത്യസ്ത ബ്രീഡുകളുടെ ഡിസൈറബിൾ ക്വാളിറ്റീസ്, നല്ല ഗുണങ്ങൾ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു.
ക്രോസ് ബ്രീഡിങ്ങിന് ഒരു എക്സാമ്പിൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ചെമ്മരിയാടിൻ്റെ ഷീപ്പിൻ്റെ 2 ഇനങ്ങളാണ്. ഒന്ന് ബിക്കനേരി ഈവ്, മറ്റൊന്ന് മരിനോ റാം. ഇവയെ തമ്മിൽ ക്രോസ് ചെയ്തുകൊണ്ട് പുതിയൊരു ഹൈബ്രിഡ് ഇനം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഹൈബ്രിഡ് ആയിട്ടുള്ള പുതിയ ഇനത്തിൻ്റെ പേരാണ് ഹിസാഡെയിൽ എന്ന് പറയുന്നത്. സോ ഹിസാഡെയിൽ ഈസ് എ ന്യൂ ഷീപ്പ് ബ്രീഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ക്രോസിംഗ് ബിക്കനേരി ഈവ്സ് ആൻഡ് മരിനോ റാം. ബിക്കനേരി ഈവ്സും അതുപോലെ തന്നെ മരിനോ റാമും തമ്മിൽ ക്രോസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ ചെമ്മരിയാടിൻ്റെ ഒരു പുതിയ ഇനമാണ് ഹിസാഡെയിൽ എന്ന് പറയുന്നത്. വളരെയധികം രോമങ്ങളൊക്കെ നൽകുന്ന ഒരു ഇനമാണ് ഹിസാഡെയിൽ എന്ന് പറയുന്നത്. ഇന്ന് ഇന്ത്യയിൽ പഞ്ചാബിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഹിസാഡെയിൽ എന്ന് പറയുന്ന ചെമ്മരിയാടിൻ്റെ ഇനങ്ങൾ വളർത്തുന്നുണ്ട്. ബിക്കനേരി ഈവ് എന്ന് പറയുന്ന ഇനമാണ്, ബ്രീഡാണ്. മരിനോ റാം എന്ന് പറയുന്ന ഇനമാണ്. ദെൻ തേർഡ് ടൈപ്പ് ഔട്ട് ബ്രീഡിങ്ങിലേക്ക് പോവാണ്, ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. എന്താണ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്? വ്യത്യസ്ത സ്പീഷീസുകളെ തമ്മിൽ, നേരത്തെ പറഞ്ഞത് ഒരേ സ്പീഷീസിൽപ്പെട്ട 2 ജീവികളെ, 2 ഇനങ്ങളെയോ അല്ലെങ്കിൽ ഒരു ഇനത്തിൽപ്പെട്ട ജീവികളെ തമ്മിൽ മേറ്റ് ചെയ്യുന്ന കാര്യമായിരുന്നു. ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത സ്പീഷീസിൽപ്പെട്ട ജീവികളെ തമ്മിൽ ക്രോസ് ചെയ്യുന്നതിനെയാണ്, മേറ്റ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മേറ്റിംഗ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് 2 ഡിഫറെൻറ്റ് സ്പീഷീസ്. വ്യത്യസ്ത സ്പീഷീസുകളിലുള്ള ഇൻഡിവിജ്വൽസിനെ തമ്മിൽ മേറ്റ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് മ്യൂൾ എന്ന് പറയുന്നത്. മ്യൂൾ ഉണ്ടാക്കിയിരിക്കുന്നത് കഴുതയെയും കുതിരയെയും തമ്മിൽ മേറ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെയാണ് പുതിയൊരു സ്പീഷീസ് ആയിട്ടുള്ള മ്യൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്, കോവർ കഴുത എന്ന് പറയും നമ്മൾ. അപ്പോൾ ഇവിടെ 2 വ്യത്യസ്ത സ്പീഷീസുകളെ തമ്മിലാണ് മേറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഇനി വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ? ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ്റെ പ്രാധാന്യം എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു കമ്പൈൻ ഡിസൈറബിൾ ക്വാളിറ്റീസ് ഓഫ് 2 ഡിഫറെൻറ്റ് സ്പീഷീസ്. വ്യത്യസ്ത 2 സ്പീഷീസുകളുടെ ഡിസൈറബിൾ ക്വാളിറ്റീസ് കുഞ്ഞുങ്ങൾക്ക് കിട്ടാം. അപ്പം നമുക്ക് കഴുതയുടെയും കുതിരയുടെയും ഗുണം കൂടിയിട്ടുള്ളതാണ് മ്യൂൾ എന്ന് പറയുന്നത്. കഴുതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നന്നായിട്ട് ഭാരം ചുമക്കാൻ കഴിയും, പക്ഷേ കുഴപ്പമെന്ന് പറയുന്നത് അത് പതുക്കെയാണ് നടക്കുന്നത്. കുതിരയ്ക്കാണെങ്കിൽ വളരെ വേഗത്തിൽ ഓടാൻ കഴിയും. അപ്പോൾ മ്യൂളിന് ഭാരം ചുമക്കാനും കഴിയും, വേഗത്തിൽ ഓടാനും കഴിയും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ ആൻഡ് ദാറ്റ്സ് ഓൾ ആനിമൽ ബ്രീഡിംഗ്. മ്യൂളാണ്, മ്യൂളിൻ്റെ ഒരു ഫോട്ടോഗ്രാഫാണ്. കോവർ കഴുത എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. സോ ദാറ്റ്സ് ഓൾ ഔട്ട് ബ്രീഡിംഗ് ആൻഡ് ഇൻ ബ്രീഡിംഗ്. ദെൻ മറ്റൊന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, കൃത്രിമ ബീജസങ്കലനം. അപ്പോൾ നമ്മൾ സാധാരണ ബ്രീഡിംഗ് നടത്തുന്നത് 2 രീതിയിലാണ്. ഒന്ന് നാച്ചുറൽ ആയിട്ടുള്ള രീതി, മറ്റൊന്ന് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള രീതി. നാച്ചുറൽ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് പശുവും കാളയും തമ്മിൽ ഇണചേരും. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്നതാണ് മറ്റൊരു രീതി, കൃത്രിമ ബീജസങ്കലനം എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനിൽ നമ്മൾ കാളകളിൽ നിന്ന് അല്ലെങ്കിൽ മെയിൽ പാരൻറ്റിൽ നിന്ന് നമ്മൾ സെമൻ കളക്ട് ചെയ്യും. ഈ സെമനെ നമ്മൾ പശുക്കളിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. It involves the collection of semen from the male parent and injecting it into the reproductive tract of the female parent. മെയിൽ പാരൻറ്റിൽ നിന്ന് സെമൻ കളക്ട് ചെയ്യുന്നു, അങ്ങനെ അവയെ ഫീമെയിൽ പാരൻറ്റിൻ്റെ പ്രത്യുൽപാദന വ്യവസ്ഥയിലേക്ക് അതിനെ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. ഇതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണോ? ഒന്ന്, നമുക്ക് സെമൻ എത്ര കാലം വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. സെമൻ ഇവിടെ കോൾഡ് കണ്ടീഷനിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എത്ര വേണമെങ്കിലും നമുക്ക് സെമൻ, എത്ര കാലത്തേക്കും വേണമെങ്കിൽ സെമൻ സ്റ്റോർ ചെയ്ത് വെക്കാം. മറ്റൊന്ന്, എവിടെയാണോ ഫീമെയിൽ പാരൻ്റ് ഉള്ളത് അവിടേക്ക് നമുക്ക് സെമൻ ട്രാൻസ്പോർട്ട് ചെയ്യാം. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും ഈസിയർ ആണ്. അപ്പം അങ്ങനെ പ്രധാനമായി 2 അഡ്വാൻറ്റേജുകളുണ്ട്. ഒന്ന്, സെമൻ എത്ര കാലത്തേക്കും വേണമെങ്കിൽ നമുക്ക് കോൾഡ് കണ്ടീഷനിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. മറ്റൊന്ന്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഈസിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളിന്ന് പ്രധാനമായിട്ടും അനിമൽ ബ്രീഡിംഗ് ആണ് പഠിച്ചത്. അനിമൽ ബ്രീഡിംഗ് 2 തരത്തിലുണ്ട്, ഇൻ ബ്രീഡിങ്ങും ഔട്ട് ബ്രീഡിങ്ങും. ഇൻ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ ബ്രീഡിൽ തന്നെയുള്ള ഇൻഡിവിജ്വൽസിനെ മേറ്റ് ചെയ്യിക്കുകയാണ്, അപ് ടു 4 to 6 ജനറേഷൻ, 4 മുതൽ 6 തലമുറ വരെ. ദെൻ ഔട്ട് ബ്രീഡിംഗ് 3 തരത്തിലുണ്ട്, ഔട്ട് ക്രോസിംഗ്, ക്രോസ് ബ്രീഡിംഗ് ആൻഡ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഔട്ട് ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ ബ്രീഡിലുള്ള ഇൻഡിവിജ്വൽസിനെ തന്നെയാണ് മേറ്റ് ചെയ്യിക്കുന്നത്, പക്ഷേ 4 മുതൽ 6 തലമുറ വരെ അവയ്ക്കൊരു പൊതു പൂർവികൻ ഉണ്ടാവരുത്. ദെൻ സെക്കൻഡ് വൺ ഈസ് ക്രോസ് ബ്രീഡിംഗ്. ക്രോസ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ബ്രീഡുകളെ തമ്മിൽ
മേറ്റ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് ക്രോസ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത സ്പീഷീസുകൾ തമ്മിൽ മേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ക്രോസ് ബ്രീഡിങ്ങിനുള്ള എക്സാമ്പിളും ശ്രദ്ധിക്കുക. ബിക്കനേരി ഈവ്സിനെയും മരിനോ റാമിനെയും തമ്മിൽ ക്രോസ് ചെയ്തു. അങ്ങനെ ഹിസാഡെയിൽ എന്ന് പറയുന്ന പുതിയൊരു ഹൈബ്രിഡ് ഉണ്ടാക്കി. ദെൻ മറ്റൊന്ന് പറഞ്ഞ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആണ്, കൃത്രിമ ബീജസങ്കലനം. മെയിൽ പാരന്റിൽ നിന്ന് സെമൻ കളക്ട് ചെയ്ത് ഫീമെയിൽ പാരന്റിന്റെ റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നു. അതിന്റെ അഡ്വാൻറ്റേജുകൾ: ഒന്ന്, സെമൻ എത്ര കാലത്തേക്ക് നമുക്ക് കോൾഡ് കണ്ടീഷനിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. മറ്റൊന്ന്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഈസിയർ ആക്കുന്നു. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കും. താങ്ക് യു.